എനിക്ക് പുതുതായിട്ട് ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ആളുകളെടുത്താണ് പറയാനുള്ളത്. അതൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. ഇവിടെ കാർ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? കാർ സ്വന്തമായിട്ട് കാർ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, ആദ്യമായിട്ട് കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിലവില് ഒരു റോഡിൽ കൂടെ കാർ ഓടണമെങ്കിൽ ഇത്ര ടയർ ഓടണം? 4 ടയർ. സത്യത്തിൽ ഇവിടെ ഇന്ത്യയിൽ എല്ലാ മികച്ച കമ്പനികളും എത്ര ടയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കാർ പോകുമ്പോൾ? എന്തിനാ 5ാമതൊരു ടയർ എന്തിനാ? എങ്ങനെ? അതായത് നിങ്ങൾ തുടർന്ന നിങ്ങൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയി, യാത്രക്കിടെ ഒരു കല്ലടിച്ച് ടയർ പൊട്ടി. യെസ്, യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടി ഈ 5ാമത്തെ ടയർ എടുത്ത് യൂസ് ചെയ്ത് യാത്ര കംപ്ലീറ്റ് ചെയ്യും. അതുമായിട്ട് നിങ്ങളെ സ്വന്തം ജീവിതം ഒന്ന് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ വരുമാനം കോവിഡ് സമയത്ത് നിന്നു, ശരിയല്ലേ? നിങ്ങൾക്ക് വേറെ എന്ത് സൊല്യൂഷൻ ആയിരുന്നു വരുമാനത്തിന്? വേറെ അത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആർക്കെങ്കിലും വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്തൂടാ? ഹലോ, ശരിയാണോ ഇല്ലയോ? ഞാനും ഇങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നത്. ഞാനൊരു വടകരയിലുള്ള ഒരു RTO ഏജന്റ് ആണ്. അത്യാവശ്യം നല്ല വർക്ക് പണിയുള്ള ഒരാളായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു പുതിയൊരു നിയമമായിട്ട് സർക്കാർ വരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ അപ്ലിക്കേഷൻ ഒറ്റ ID അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് വഴി എല്ലാവർക്കും ഈ അപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ സർവീസ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇടയിൽ ആരില്ല, ഈ ഇടനിലക്കാരൻ ഇല്ലാതാവുന്നത് എനിക്ക് ആദ്യം അറിയായിരുന്നു. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ കൂടെ കിട്ടുന്ന വരുമാനം, നിങ്ങളുടെ വരുമാനം, നിങ്ങൾ എല്ലാ ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലൊരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല ഈ ബിസിനസ് ചെയ്യാൻ. ശരിയാണോ? ഇൻ കേസ് അതില്ല സാർ, ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണം. ക്ലിയർ ആയോ? അപ്പൊ ഒരു എക്സ്ട്രാ ഒരു സൊല്യൂഷൻ ആയിട്ട് ഇതിന്റെ ഡയറക്ട് സെല്ലിംഗ് എടുക്കുക. ഫ്യൂച്ചർ 1-2 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് 100% നിങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.